ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്ന് നമുക്ക് പഴയ ടിന്നുകൾ, ക്യാൻസുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു റീസൈക്കിൾ ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഡെക്കോപ്പേജ് ആർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനതിനായിട്ട് ഇവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടിന്നിൽ നമുക്ക് ഡെക്കോപ്പേജ് ആർട്ട് ചെയ്യാം. അപ്പോൾ ഡെക്കോപ്പേജ് ആർട്ട് ചെയ്യാനായിട്ട് നമുക്കിനി എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനതിനായിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പർ, പ്രിൻ്റഡ് ടൈപ്പ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിലായാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പിക്ചറാണോ വേണ്ടത് ആ പിക്ചർ നിങ്ങൾക്ക് സാധാ നോർമൽ A4 സൈസ് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മോളുടെ ഒരു പിക്ചർ ഇതുപോലെ സാധാ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ എഫക്റ്റ് കിട്ടും. അത് നമുക്ക് കട്ടി കുറഞ്ഞ പേപ്പറിലായിരിക്കണം നമ്മൾ സാധാ നോർമൽ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിന് വേണ്ടത് മോഡ് പോഡ്ജാണ്. മോഡ് പോഡ്ജ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ മോഡ് പോഡ്ജ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡ് പോഡ്ജ് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് പോഡ്ജ് ഉണ്ടാക്കുന്നത്. അതായത് 2:1 റേഷ്യോയിലാണ്. അതായത് 2 സ്പൂൺ ഫെവിക്കോളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ മോഡ് പോഡ്ജ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ ഫെവിക്കോളും 1 ടീസ്പൂൺ വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മോഡ് പോഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഡെക്കോപ്പേജ് ഗ്ലൂ എന്നൊക്കെ നമുക്കിതിന് പറയാം. നിങ്ങൾ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാക്കിലായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ താഴെ ഇതുപോലെ ഒരു ലെയർ ഉണ്ടാവും. ആ ലെയർ കളഞ്ഞിട്ട് വേണം നമ്മൾ ഡെക്കോപ്പേഷന് യൂസ് ചെയ്യാനായിട്ട്. ഡെക്കോപ്പേജ് ആർട്ട് നമുക്കിതുപോലെ ടിന്നുകൾ, അതുപോലെ ബോട്ടിൽസ്, ക്യാൻവാസ്, വുഡിലൊക്കെ നമുക്ക് ഡെക്കോപ്പേജ് ആർട്ട് ചെയ്യാവുന്നതാണ്. ഡെക്കോപ്പേജ് ആർട്ടിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇതിൻ്റെ മേലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് പോയി കാണുക. ഇത് വളരെ ഈസിയാണ് ഡെക്കോപ്പേജ് ആർട്ടൊക്കെ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഇതുപോലെ ഒരു കോട്ട് മോഡ് പോഡ്ജ് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പർ എടുത്തത് ഇതുപോലെ ഇങ്ങനെ സാവകാശം വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല ചുളിവ് വരാൻ സാധ്യതയുണ്ട്. മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ ഇനിയിപ്പോൾ ചുളിവ് വരാതിരിക്കാനായിട്ട് ഞാനൊരു വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കവറായാലും മതി. ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചോ സ്പോഞ്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ടായാലും ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ അമർത്തി കൊടുക്കുക. ചുളിവില്ലാത്ത രീതിയിൽ അമർത്തി കൊടുക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടിഷ്യൂവിൽ ചെയ്യുമ്പോൾ അത് ചുളിവ് വരാനും അല്ലെങ്കിൽ അത് കീറാനൊക്കെ സാധ്യതയുണ്ട്. മറിച്ച് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അതിന് മേലെ കൂടെ ചെയ്യുമ്പോൾ അത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ, നല്ല നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ആ ടിന്നിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ സെയിം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാ നോർമൽ പേപ്പറിലായിരിക്കണം പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ തന്നെ സെയിം ചെയ്ത് കൊടുക്കുക.
ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കോട്ട് ഗ്ലൂ ഇതിന് മുകളിലൂടെ അടിച്ചു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വാർണിഷ് അടിക്കണമെങ്കിൽ വാർണിഷ് അടിക്കാം. വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നിൽക്കും, നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഡ് പോഡ്ജാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിക്കേണ്ട ആവശ്യമില്ല. മോഡ് പോഡ്ജിൽ ഓൾറെഡി വാർണിഷും കൂടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാം മോഡ് പോഡ്ജാണ്. മോഡ് പോഡ്ജ് തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ വേണമെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.